ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന വഴിയാണേ. ഞങ്ങളുടെ പണിസ്ഥലത്തേക്ക് പോകാൻ എന്തുമാത്രം ദൂരമുണ്ടെന്ന് അതിൻ്റെ ഒരു പകുതി ദൂരം ഞാൻ സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. കാരണം എനിക്ക് ഫോട്ടോ എടുക്കാൻ സമയത്തിനാണ്, ഞാൻ ഉച്ചയ്ക്ക് എടുത്ത ഷോട്ടാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും സ്പീഡിൽ പോകണം. കാരണം എന്നെ വിളിച്ചു, താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ സ്പീഡിൽ പോവുകയാണ്. ആ സമയത്ത് എടുത്തതാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഈ കുളം ഞാൻ 2-3 ഷോട്ടിലൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കുളമാണ്. കുളത്തിൻ്റെ പരിസരമൊക്കെ ഇപ്പോൾ തൊഴിലുറപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങളല്ല, അടുത്ത വേറെ മേറ്റിൻ്റെ പണിക്കാരാണ്. നല്ല ഭംഗിയായിട്ട് അവർ വെട്ടി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കുളത്തിൻ്റെ അകം ഒരു റെഡിയാക്കിയില്ല. കാരണം അവരുടെ ടാർഗറ്റിലില്ല. അവരെ മുകളിൽ കിടന്ന വസ്തുവിൽ ചെയ്തപ്പോൾ അത്രയും കൂടെ വഴി ഇങ്ങനെ പറിച്ച് അത് അവർ ചെയ്യുന്നതാണ്. റിസ്ക് എടുത്ത് അവർ ചെയ്ത് വൃത്തിയാക്കിയതാണ്. കാരണം എല്ലാവർക്കും നടന്നു പോകാനുള്ള വഴിയല്ലേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ഒരു കുറുത്തി തോട്ടം അവിടെ കണ്ടു. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇപ്പം റബ്ബർ വെച്ചിരുന്ന സ്ഥലമാണ്. റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ അവർ കുറുത്തി നട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് റബ്ബർ തൈയുണ്ട്. ആ തൈക്കിടയ്ക്കിലാണ് ഇത്. അപ്പോൾ അതൊരു കൃഷിയാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് ഞാനിതിലൂടെ അറിയിക്കുകയാണ്. എല്ലാ ജോലികളും ചെയ്ത് ഈ സമയപരിധിയിൽ കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ഞാൻ പോകുന്ന വഴികളും ഞാൻ ചെയ്യുന്ന ജോലികളും എല്ലാം ഇങ്ങനെ എടുത്ത് അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതവും ഇങ്ങനെ അങ്ങ് ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് ഒരു ഷോട്ട് എടുക്കാനാണെങ്കിലും വലിയ ഇതൊന്നുമില്ല. ഞാൻ നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾ, നിത്യവും ചെയ്യുന്ന ഓരോ ജോലികളും അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പം മഴ തുടങ്ങി, വെയിലൊക്കെ മാറി ഇപ്പം മഴ തുടങ്ങി. മഴയുടെ ഒരു കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം, ഗുഡ് മോർണിംഗ്. കുഞ്ഞു മോട്ടിവേഷൻ ഞാൻ ഇതിലൂടെ പറയാം. നമ്മളെ അവഗണിക്കുന്നവരിലേക്ക് ഒരിക്കലും നമ്മൾ പോകാതിരിക്കുക. കാരണങ്ങൾ ഇല്ലെങ്കിൽ പോലും കാരണം കണ്ടെത്തി നമ്മിൽ നിന്നും വഴി പിരിഞ്ഞവരാണ്. നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ നമ്മിലേക്ക് അവരെ വിളിക്കരുത്. അവരെ നോക്കിയിരുന്ന് നമ്മുടെ ജീവിതം നിന്ന് പോവുകയുള്ളൂ. ഓർക്കുക, ജീവിതം വളരെ ചെറുതാണ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. സമയസൂചി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ അവഗണിച്ച അതേ വേഗത്തിൽ നാം അവരെ മറികടന്ന് മുന്നോട്ട് പോവുക തന്നെ വേണം. നന്ദി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. എൻ്റെ പണിസ്ഥലം എത്താറായി. ഞാനിതാ പണിക്ക് പോകുന്നു. ഇതെൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു മണ്ണിടിച്ച് ഇട്ടിരിക്കുന്ന മെയിൻ റോഡാണ്. അപ്പോൾ ഇവിടെ മണ്ണ് ഇടിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ കുന്നിൻ്റെ പുറത്താണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ 3 സൈഡും മണ്ണിടിക്കാം. 2 സൈഡും ഒരു സൈഡ് മണ്ണിടിച്ചു, ഇനി 2 സൈഡും മണ്ണിടിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. ആ 2 സൈഡ് കൂടി മണ്ണിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കട്ടപ്പുറത്തിരിക്കുന്ന ലോറി പോലെ ആയിരിക്കും ഞങ്ങളുടെ വീട്. അപ്പോൾ അടുത്ത മഴയിൽ മണ്ണിടിച്ചിൽ വരുമ്പോൾ ഒലിച്ചു പോകാം, ഒലിച്ചു പോകാതിരിക്കാം. ബൈ.